ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലിപ്സൊക്കെ നന്നായിട്ട് ഡാർക്ക് ആവാറുണ്ടല്ലേ. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഡാർക്ക് ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ലിപ്സും വെയിൽ കൊണ്ട് ഡാർക്ക് ആവാറുണ്ട്. പിഗ്മെൻറ്റേഷൻ അടിച്ച് നന്നായിട്ട് കറുത്ത ഇരിക്കാറുണ്ട് നമ്മുടെ ലിപ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലൊരു ബൗളെടുക്കുക. അതിലേക്ക് പച്ചമഞ്ഞൾ പൊടിയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളായാലും മതി. പക്ഷേ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും സ്യൂട്ട് ആവത്തില്ല. കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ പറ്റുമ്പോൾ നമുക്ക് ഇറിറ്റേഷനും നല്ലതായിട്ട് നീറ്റലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കസ്തൂരി മഞ്ഞളിനേക്കാൾ കൂടുതൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലത് നമുക്ക് പച്ചമഞ്ഞളാണ് നല്ലത്. പിന്നെ പച്ചമഞ്ഞളിനോടൊപ്പം നമുക്ക് ഒന്നുകിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഇനി അതല്ല പൊട്ടറ്റോ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ മിൽക്ക് ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തിക്കായിട്ടിത് ഒരു പാക്ക് പോലെ ആക്കി എടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ചുണ്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറ്റി നമ്മുടെ ചുണ്ടിന് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു നിറം തിരിച്ചു കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം പൊട്ടറ്റോ ജ്യൂസോ മിൽക്കോ വെച്ചിട്ട് 2-3 തവണ അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ആ ഒരു ഇഫക്റ്റ്, ആ മിൽക്കിൻ്റെയും ഒക്കെ ഇഫക്റ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിത് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നമ്മളിത് ഒരു തുണി വെച്ച് തുടച്ച് മാറ്റിയാലും മതി. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം എന്നാൽ ഇതുപോലെ ലിപ്സ് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തുടച്ച് മാറ്റുമ്പോൾ നമുക്ക് അപ്പം തന്നെ നല്ല ചുണ്ട് ചുമന്ന് തക്കാളിപ്പഴം പോലെ ആവത്തൊന്നുമില്ല. ആ ചുണ്ടിൻ്റെ ഒരു യെല്ലോ കളറായിരിക്കും നമ്മുടെ ചുണ്ടിന് അപ്പോൾ ഉണ്ടാവുക. പക്ഷേ നമ്മളിതൊരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറിയിരിക്കും. ആ ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ട് നമ്മുടെ ചുണ്ടിന് നാച്ചുറലായിട്ടുള്ള ഒരു കളർ ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.